ഇപ്പോൾ ശ്രീ അജയ് തറയിൽ ടെലിഫോണിൽ ചേരുന്നുണ്ട്. അദ്ദേഹം മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്. ശ്രീ അജയ് തറയിൽ, ഈ UDF കാലത്തുണ്ടായിരുന്ന ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കൂടിയുള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശ്രീ അജയ് തറയിൽ, ഞാനും പറയുന്നത് നടക്കട്ടെ എന്നാണ്. അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, അന്വേഷണം നടക്കട്ടെ എന്നാണ് ഞാനും പറയുന്നത്. ഞാൻ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ. ആശങ്കപ്പെടാനുള്ള ഒന്നുമില്ല. ഒന്നുമില്ല, ആശങ്കപ്പെടേണ്ട കാര്യം ഒന്നുമില്ല. നമ്മളല്ലോ അത് ചെയ്ത് പരിപൂർണമായി കോടതി നിയോഗിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിന് കോടതിയിൽ അദ്ദേഹം എല്ലാ 6 റിപ്പോർട്ടുകൾ കൊടുത്തു. ആ റിപ്പോർട്ടുകളെല്ലാം അദ്ദേഹത്തെ ശ്ലാഘിച്ചുകൊണ്ട് കോടതി അതിനകത്ത് അദ്ദേഹത്തെ കവർ ചെയ്ത് വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്റെ ആവശ്യമുള്ളൂ. അത് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ കവർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കയറി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതിനെ കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങളായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെ. അതുകൊണ്ട് അന്വേഷണം നടത്തട്ടെ. കാരണം ഇപ്പൊ ഈ കേസ് വന്ന് LDFന്റെ ആളുകളുടെ ഒക്കെ അകത്ത് പോയ സാഹചര്യത്തിൽ ഈ ഗവൺമെന്റിന്റെയും SITക്കും SIT കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ SIT കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടാകാം. അതിന്റെ പേരിൽ ഹൈക്കോടതി ഉത്തരവിട്ടുണ്ടാവും. അതിന്റെ പേരിൽ സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കട്ടെ. നമ്മൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യും. പക്ഷെ അപ്പോഴും ഈ കോടതിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കോടതിയുടെ ബോധ്യത്തിന്റെയും കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ നടന്നതെങ്കിൽ അതിപ്പോൾ കോടതിക്ക് കൂടി അറിയാവുന്ന കാര്യമാണല്ലോ. SIT റിപ്പോർട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് കരുതാമോ ശ്രീ അജയ് തറയിൽ? എനിക്കറിയില്ല. അപ്പോൾ അതിന്റെ കോടതിക്ക് എന്തെങ്കിലും വേറെ കാര്യങ്ങൾ ഇതിനപ്പുറത്ത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ. നമ്മൾ ഈ കൊടിമരം നേരത്തെ പ്രതിഷ്ഠിക്കാൻ ഞങ്ങൾക്ക് മുമ്പുള്ള ബോർഡ് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും ഒരു തേക്ക് തടി കൊണ്ടുവന്ന് പമ്പയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. ആ സമയത്താണ് ഞങ്ങൾ അവിടെ അധികാരത്തിലേക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്ന ശേഷം ആ കൊടിമര പ്രതിഷ്ഠയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവിടെ ഞങ്ങളൊരു സ്പോൺസറെ കണ്ടുപിടിച്ചു. ആ സ്പോൺസർ 3,20,00,000 രൂപ തരാമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ DBA 13/2016 ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി പൂർണ്ണമായ ഉത്തരവാദിത്തത്തിൽ പഴയ കൊടിമരം പൊടിച്ചു കളയുവാനും പുതിയത് പ്രതിഷ്ഠിക്കാനുമുള്ള തീരുമാനമെടുത്ത് അംഗീകാരം നൽകിക്കൊണ്ട് അഡ്വക്കേറ്റ് കമ്മീഷണറായ ASP കുറിപ്പിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതിനകത്ത് ഓരോ കാര്യത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ കണക്കുണ്ട്, ഓരോ പ്രക്രിയയുടെയും കൃത്യമായ കണക്കുകളുണ്ട്. എല്ലാം ഹൈക്കോടതിയിലും ദേവസ്വം ഓഡിറ്റിനും കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ കോപ്പിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ മാധ്യമങ്ങൾക്കും അതിന്റെ കോപ്പിയും ഹൈക്കോടതിയുടെ ഈ പറഞ്ഞ 5 ഇൻട്രീം റിപ്പോർട്ടുകളെയും അവസാനത്തെ ഹൈക്കോടതി ഓർഡറിനെയും ആദ്യത്തെ ഹൈക്കോടതി ഓർഡർ എല്ലാം നമുക്ക് തരാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും വ്യക്തത ഉള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പോലീസാണല്ലോ അവർ കണ്ടുപിടിക്കുക. ശരി, ഏതായാലും അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമായ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ പറയുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടക്കട്ടെ. പ്രത്യേക അന്വേഷണത്തിനാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത്. അത് UDF ദേവസ്വം ബോർഡ് നിലനിന്നിരുന്ന കാലത്താണ് എന്നതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ വിഷയമായി കൂടി വീണ്ടും മാറും. കാരണം ഇതിനോടകം തന്നെ ഒരു വിഷയമായി മാറുകയും UDF നേതാക്കൾ പരസ്പരം പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ പുതിയ അന്വേഷണത്തിനുള്ള അനുമതി വാർത്ത കൂടി പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ അത് തിരഞ്ഞെടുപ്പ് വിഷയമായി കൂടി കേരളത്തിൽ മാറും. 2 പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പുറത്തുവരുന്നത്. ഒന്ന്, ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ
വീണ്ടും പരിശോധന നടത്തുന്നതിന് വേണ്ടി സ്വർണ്ണപ്പാളികളുടെ പരിശോധന വീണ്ടും നടത്തുന്നതിന് വേണ്ടി ഹൈക്കോടതി ഇന്ന് അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. VSSൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനാ ഫലം കോടതിയിൽ ഇന്ന് SIT സമർപ്പിച്ചിരുന്നു. അതുകൂടി പരിഗണിച്ചതിന് ശേഷമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് നടപടി. ചില കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം പ്രധാനപ്പെട്ടതാണ് ഈ കേസന്വേഷണത്തിൽ. ഒപ്പം ഈ പാളികൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങളിൽ കൃത്യമായ ഒരു മറുപടി വേണം. അത് ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഈ സ്വർണ്ണപ്പാളികൾ പരിശോധിക്കാം എന്നുള്ള കോടതിയുടെ അനുമതി ഇപ്പോൾ വരുന്നത്. നേരത്തെ തിരുവനന്തപുരത്ത് തുമ്പയിൽ VSSയിലാണ് ശാസ്ത്രീയ പരിശോധന നടത്തിയത് എങ്കിൽ ഇത്തവണ അത് ഒരുപക്ഷെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിലായിരിക്കും പരിശോധന നടക്കുക. ആ പരിശോധനയിൽ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും എന്നാണ് കരുതേണ്ടത്. അപ്പോൾ ആ പരിശോധനയ്ക്ക് കോടതി അനുമതി നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ്. അതിലും അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ്. ചില ആരോപണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. UDFന്റെ ബോർഡിലേക്ക് കൂടി അന്വേഷണം എത്തും ഇതുവഴി. ഇത് UDFന്റെ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്ന കാലത്ത് നടന്നതാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠ എന്നതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയമായി തന്നെ അവരെയും പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി പരിഗണിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വരികയാണ്. വിഷ്ണു സുരേഷും ഷഫീദ് റാവുത്തറുമാണ് ചേരുന്നത്. ഷഫീദ് റാവുത്തറിലേക്കാണ് ആദ്യം. ഷഫീദ്, ഇപ്പോൾ അജയ് തറയിൽ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുണ്ട്. എല്ലാം നടപടിക്രമങ്ങൾ പാലിച്ച് നടന്നു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ കോടതിയുടെ അന്വേഷണം എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ബോധ്യങ്ങളൊക്കെ കോടതിക്ക് മുൻപിലുള്ളതാണല്ലോ. രാഷ്ട്രീയമായി കൂടി അവരെയും പ്രതിരോധത്തിലാക്കുന്ന ഒന്നല്ലേ ഈ നടപടി ഷഫീദ്? ഉന്മേഷം ഉറപ്പായിട്ടും. കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പിക്ചർ അല്ല ഇതുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാരണം ഇതുവരെ ഏതെങ്കിലും തരത്തിൽ UDF ബോർഡിനെ അല്ലെങ്കിൽ UDF ഭരണകാലത്തുണ്ടായിരുന്ന ബോർഡിനെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അടൂർ പ്രകാശിന്റെ കാര്യമാണെങ്കിൽ കൂടി കേവലം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അദ്ദേഹം എടുത്ത ചില ചിത്രങ്ങളുടെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന്റെ വ്യാപ്തി കുറച്ചുകൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം ഈ വാജീവാഹന കൈമാറ്റത്തിനിടയാക്കിയ 2017 ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ, ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിന്റെ ഭാഗമായി SITക്ക് കിട്ടിയിരുന്നു. അതിൽ പറയുന്നത് കൊടിമരം പുനഃസ്ഥാപിക്കാൻ എടുത്ത തീരുമാനം മുതൽ വാജീവാഹന കൈമാറ്റം വരെ സംശയകരമെന്നുള്ള നിലപാടായിരുന്നു SITക്കുള്ളത്. കൊടിമര നിർമ്മാണത്തിന് എന്ന പേരിൽ 2016 ദേവസ്വം ബോർഡ് വ്യാപകമായി പണം പിരിച്ചു. പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവിലും അഷ്ടദിപാലകർ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ കാര്യത്തിലും വ്യക്തതയില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ SIT അനുമതി തേടിയത്. അതിലാണ് ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളതും. ഇതിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതിൽ ഈ വാജീവാഹനം അടക്കമുള്ള കാര്യങ്ങൾ ഏത് ഘട്ടത്തിലാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തന്ത്രി കണ്ഠര് രാജീവരുടെ വീട്ടിലെ പൂജാമുറിയിൽ ഉണ്ടായിരുന്ന വാജീവാഹനം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദമായതിന് പിന്നാലെയാണ് അദ്ദേഹം തന്നെ അക്കാര്യം ദേവസ്വം ബോർഡിനെയൊക്കെ അറിയിക്കുകയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വാജീവാഹന കൈമാറ്റം നിയമലംഘനമെന്നും അതുവഴി തന്ത്രി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയെന്നൊക്കെയുള്ള സൂചന അത് SIT വിവരമായി ശേഖരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും വീണ്ടും ഈ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഔദ്യോഗികമായി കോടതി SITയെ ചുമതലപ്പെടുത്തുമ്പോൾ അതിലും പലതരത്തിലുള്ള രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ SITയെ സംബന്ധിച്ച് അക്കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, എങ്ങനെയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയിലേക്ക് നീങ്ങിയത് എന്നുള്ള കാര്യത്തിലെ വിവരങ്ങളും മുൻപ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തതാണ്. അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഈ ദേവപ്രശ്നത്തിന്റെ കാര്യങ്ങളടക്കം നമ്മൾ പുറത്തേക്ക് വന്നിരുന്നു. ദേവപ്രശ്ന ചാർത്താണ് അന്ന് നമ്മൾ പുറത്തേക്ക് വിട്ടത്. അതിൽ പറയുന്നത് ഈ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് കൊടിമരത്തിലെ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയുമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള രേഖകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. ഇത് ദോഷമെന്ന് ദേവപ്രശ്നത്തിൽ കണ്ടതോടുകൂടിയാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. ഇത് തെളിയിക്കുന്ന രേഖകൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടതാണ്. കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്, ജീർണത ലക്ഷണമുണ്ടെന്ന് ചാർത്തിൽ പറയുന്നു. അതിനാൽ കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടികൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്ന് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിക്കുകയായിരുന്നു. ആ ദേവപ്രശ്നം നടന്നത് 2014 ജൂൺ 18 അന്ന് UDF സർക്കാർ നിയോഗിച്ച ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡായിരുന്നു. അതോടെ പിന്നാലെ വന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിലും അടങ്ങിയ ബോർഡാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് പിന്നീട് നടത്തിയത്.
എന്നുള്ളതാണ് വിവരം. അതായത് നമുക്ക് മുൻപിലുള്ള SIT ശേഖരിച്ച വിവരങ്ങൾ ഇത്രയുമാണ്. ആ ദേവപ്രശ്നം വെക്കുന്നു. 2014 അന്നത്തെ UDF സർക്കാർ നിയോഗിച്ച ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് തുടക്കം കുറിക്കുന്നു. പിന്നീട് വന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റും അജയ് തറയിൽ അടങ്ങിയ ബോർഡും പിന്നീട് അത് നടപ്പാക്കുന്നു. ഇതാണ് നമുക്ക് മുൻപിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിവരം. അന്ന് ഈ ഒരു നിമിഷം ഷഫീദ് തുടരുക. ഷഫീദ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.